Hi, good morning. Okay. 23 ജൂൺ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ്. സോ നമ്മൾ മൊഡ്യൂൾ 4ന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മൊഡ്യൂൾ 4 തുടങ്ങിയത് സൗണ്ടിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. വാട്ട് ഈസ് സൗണ്ട്, ഹൗ സൗണ്ട് പ്രൊപ്പഗേറ്റ്സ്, ഹൗ ക്യാൻ ബി ക്ലാസിഫൈ സൗണ്ട്, സൗണ്ടിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഇനി വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്, ഒരു ഡെഫിനിറ്റ് സൗണ്ടിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ടിന് എങ്ങനെ ഐഡന്റിറ്റി പ്രൊവൈഡ് ചെയ്യാം. അതായത് ഓരോ സൗണ്ടിനും അതിൻ്റെതായ ക്വാളിറ്റി, ഫ്രീക്വൻസി, ടിംബർ, ലൗഡ്നെസ്, ഇന്റൻസിറ്റി ലെവൽ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. So 29, there is 29. So today we are going to discuss what are some of the applications of these ultrasonic waves, and so നിങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ ഉണ്ട്, പോൾസ് എന്നുള്ള ഫീച്ചർ. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഓപ്ഷൻ വോട്ട് ചെയ്യാൻ പറ്റും. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ലോഞ്ചിങ് എ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് കാണാം, ആ ക്വസ്റ്റ്യൻ മുമ്പിൽ കാണാൻ പറ്റും. സോ എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം ആരേത് ഉത്തരമാണ് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഓവറോൾ റിസൾട്ടേ കാണാൻ പറ്റും. സോ ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്യാം. സോ എത്രത്തോളം നിങ്ങൾക്ക് അറിവുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഡെസിബൽ ഈസ് ദ യൂണിറ്റ് ഓഫ്. സോ നമ്മൾ ആദ്യം പഠിച്ച കൂട്ടത്തിലുള്ളതാണ് ഡെസിബൽ ഈസ് ദ യൂണിറ്റ് ഓഫ്. സോ വോട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയിലേക്ക് പോവാം. സോ ഈ ഫ്യൂച്ചർ എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നതാണ്. പിന്നെ ഫർസാനോട് ഞാനൊരു കാര്യം എഴുതി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫർസാൻ ഇതുവരെ അയച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഫർസാൻ ഇനി അറ്റൻഡൻസ് ഇടണമെങ്കിൽ ഫർസാനെ കോൺടാക്ട് ചെയ്യാം. എന്താണ് ഇതൊരു 6 ആളെ ചെയ്തിട്ടുള്ളൂ, ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നോക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ആരാണ് എന്താണ് പിന്നെ പോൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി സെലക്ട് ചെയ്ത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. സോ ഡു ഇറ്റ്. സോ 8 ആളെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 30 റെസ്പോൺസ് ആണ്, അതിനോടാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ഡെസിബൽ ഈസ് ദ യൂണിറ്റ് ഓഫ്. എന്താണ് റിയാസാഹി കയറി ഇറങ്ങിയിരിക്കുന്നത്? ഡെസിബൽ ഈസ് ദ യൂണിറ്റ് ഓഫ്. സോ 10 ആൾ എഴുതിയിട്ടുണ്ട്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ്.
ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം? എന്താ മുമ്പിൽ കാണുന്നില്ല? ആർക്കെങ്കിലും മുമ്പിൽ പോള് കാണാത്തുണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്. ഇഫ് എനിവൺ സെയിങ് ദിസ് തിങ്. സോ നിങ്ങൾ സൈഡിൽ ഓപ്ഷൻസിൽ പോൾസ് സെലക്ട് ചെയ്താൽ മതി. ഓപ്ഷൻ സ്ക്രീനിൽ പോൾസ് സെലക്ട് ചെയ്യുമ്പം ഓൺ ഗോയിങ് പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈഡിൽ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ പോൾസ് സെലക്ട് ചെയ്യുക. സോ ഓൺ ഗോയിങ് പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ 15 ആൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. സോ സമയങ്ങളല്ല, എല്ലാവരും ചെയ്യും പെട്ടെന്ന്. ഒരുപാട് പേര് ലെഫ്റ്റ് അടിച്ച് പോകുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് എനിക്കറിയില്ല. സോ 15 റെസ്പോൺസ് ആണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് എന്താ കാണാതെന്ന് എനിക്കറിയില്ല. നോക്കാം. നമുക്ക് ഈ ഫീച്ചർ തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നന്നായിട്ട് യൂസ് ചെയ്യാം. സോ ഇപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് എല്ലാവർക്കും കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. സോ ദാറ്റ് മീൻസ് കൂടുതൽ പേരും പറഞ്ഞിരിക്കുന്ന ലൗഡ്നെസ്, ഡെസിബൽ ഇസ് ദ യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് എന്നാണ്. ബട്ട് ഈസ് എ റോങ് ആൻസർ. ഡെസിബൽ ഇസ് ദ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. ഷബീബ് അടുത്ത പ്രാവശ്യം കാണാം, അടുത്ത പോൾ വരുമ്പോൾ കുഴപ്പമില്ല. സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, മനസ്സിലാവും സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. ഒരു 5 ആള് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. ഓക്കെ. സോ ജസ്റ്റ് ഈ ഫ്യൂച്ചർ ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്താണ്. ഇനി വരുന്ന ക്ലാസ്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ടെസ്റ്റ് ചെയ്താണ്. ഓക്കെ. So today we are going to discuss about some of the detection methods of ultrasonic waves. അതായത് ഒരു മീഡിയത്തിൽ കൂടി അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഹൗ ക്യാൻ വി ഡിറ്റക്ട് ultrasonic wave? So there are two techniques of detection for ultrasonic waves. First one is thermal detection method. Second one is piezoelectric method. So ഒരു ഡെഫിനറ്റ് മീഡിയത്തിൽ കൂടി, അതായത് സൗണ്ട് വേവ് ആണെങ്കിൽ എങ്ങനെ ഒരു മീഡിയത്തിൽ സൗണ്ട് വേവ് ഉണ്ടോ? ഇഫ് ദർ ഇസ് സൗണ്ട് വേവ് അല്ലെങ്കിൽ അക്കോസ്റ്റിക് വേവ് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? നമുക്കത് കേൾക്കാൻ പറ്റൂല്ലേ? വി ക്യാൻ ലിസൺ ടു ദ സൗണ്ട് വേവ്. സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ബട്ട് ഹൗ ക്യാൻ വി ഇന്റർസെപ്റ്റ് അൾട്രാസോണിക് വേവ്? നമ്മൾ ഓൾറെഡി പഠിച്ചു, അൾട്രാസോണിക് വേവ്സ് ആർ ദി വേവ്സ് വിച്ച് ഹാവ് എ ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 kHz. സോ ഇങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി ക്യാൻ ലിസൺ ടു അൾട്രാസോണിക് വേവ്. സോ ഒരു മീഡിയത്തിൽ, നമ്മുടെ ചുറ്റുമുള്ള എയറിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മീഡിയത്തിൽ ഈ അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് നോർമൽ ഹ്യൂമൻ ഇയർ വെച്ച് പറ്റില്ല. സോ വി നീഡ് സം ഓഫ് ദി ടെക്നിക്സ്. So first one is thermal detection method and second one is piezoelectric method. So what is thermal detection methods? We already discussed that sound or acoustic waves or ultrasonic waves propagates through a medium in the form of longitudinal vibration. Sound wave propagate ചെയ്യുന്ന ഒരു മീഡിയത്തിൽ കൂടി propagate ചെയ്യുന്നു എന്ന് പറയുമ്പോൾ what do you mean by that? That means vibrations of particles in medium. ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ? ഏത് തരത്തിലുള്ള വൈബ്രേഷൻ? ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ? ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ, വിച്ച് ഡയറക്ഷൻ ദ വേവ് is propagating, if the particle is vibrating in same direction, that is a longitudinal vibration, or we can say that is a longitudinal wave. So what happens during longitudinal vibration? So wave propagation അതേ ഡയറക്ഷനിൽ തന്നെ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ there will be form or there will be two regions are formed. രണ്ട് തരത്തിലുള്ള two types of regions are formed.
നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ സൗണ്ട് പ്രൊപ്പഗേഷൻ ഓഫ് ഇമേജ് ഒക്കെ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ടൈപ്പ് ഈസ് കംപ്രഷൻ റീജിയൻ ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഈസ് റെയർഫാക്ഷൻ റീജിയൻ. സോ വാട്ട് ഈസ് ദ റീജിയൻ ഓഫ് കംപ്രഷൻ? കംപ്രഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ റീജിയൻ ഓഫ് കംപ്രഷൻ ഈസ് the part of the medium in which the particles are accumulated together or where the density of particles are greater. കംപ്രഷൻ എന്ന് പറയുന്ന റീജിയന്റെ പ്രത്യേകത എന്താ? അവിടെ പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി വളരെയധികം അല്ലെങ്കിൽ there will be a large number of particles in that region. So due to that there will be a higher probability of collision between particles. ഒരുപാട് ഡെൻസിറ്റി കൂടുതലാണ് കംപ്രഷൻ റീജിയനിൽ. സോ ആ ഒരു കേസിൽ എന്താ, പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ the particles of medium will collide each other. ഈ മീഡിയത്തിൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? പരസ്പരം കൊളൈഡ് ചെയ്യും. ഡ്യൂ ടു ദിസ് കൊളീഷൻ there will be a rise in temperature. ഈ കൊളീഷൻസ് കാരണം ടെമ്പറേച്ചറിൽ ഒരു റൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ we can say there will be an increase in temperature due to this collision. So as a result നമുക്ക് എന്ത് പറയാൻ പറ്റും? അറ്റ് റീജിയൻ ഓഫ് കംപ്രഷൻ ഒരു ലോജിറ്റ്യൂഡിനൽ വേവ് വൈബ്രേഷൻ അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ കംപ്രഷൻ റീജിയനിൽ temperature അധികമായിരിക്കും. There will be the temperature is large when comparing to other regions in the compression region. On other hand, take the temperature of rarefaction region. So നമുക്കറിയാം രണ്ടാമത്തെ റീജിയൻ എന്താ? rarefaction region. സോ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ കാരണം പാർട്ടിക്കിൾ ഡെൻസിറ്റി കുറവുള്ള റീജിയനാണ് നമ്മൾ rarefaction region എന്ന് വിളിച്ചത്. സോ ഇൻ rarefaction region the density of particles in medium is very low. So density കുറവാണെന്നതിന്റെ അർത്ഥം എന്താ? There will be a small number of particles there. കുറച്ച് പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാവുള്ളൂ. സോ the probability of collision, so ഇത് തമ്മിൽ കൊളൈഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ത് കുറയും. സോ വാട്ട് ഹാപ്പൻസ്? സോ the temperature is lowered. So temperature എന്തായിരിക്കും? Temperature is low when compared to other parts, specifically when comparing to the compression region. So compression regionോട് compare ചെയ്യുമ്പോൾ in rarefaction region the temperature is very low. So when an ultrasonic wave is propagating through a medium, that means there will be a variation in density. നമ്മൾ ഇന്നലെ പഠിച്ചു, ഒരു അൾട്രാസോണിക് വേവ് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താ? ഒരു ഡെൻസിറ്റി വേരിയേഷൻ മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡെൻസിറ്റി വേരിയേഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡെൻസിറ്റി വേരിയേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് കംപ്രഷൻ റീജിയനിൽ ഡെൻസിറ്റി ഇസ് ഹയർ ആൻഡ് ഇൻ റെയർഫാക്ഷൻ റീജിയൻ ഡെൻസിറ്റി ഇസ് ലോവർ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും. ഇനി ടെമ്പറേച്ചറിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ there will be a temperature variation in the medium and ultrasonic wave is propagating through medium. സോ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ എങ്ങനെയാണ് ഈ ഡെൻസിറ്റി ആയിട്ട് അല്ലെങ്കിൽ പൊല്യൂഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് ആൻ അൾട്രാസോണിക് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ മീഡിയം, ഒരു മീഡിയത്തിൽ കൂടി അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ മീഡിയത്തിൽ തുടർച്ചയായ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റിസൾട്ട്. സോ ഇഫ് വി ഇൻട്രൊഡ്യൂസ് എ പ്ലാറ്റിനം റെസിസ്റ്റന്റ് തെർമോമീറ്റർ, ദാറ്റ് മീൻസ് വിച്ച് use it to measure the temperature, then if this thermometer is moved in the direction of propagation of wave, then we can sense or we can measure there is a variation in temperature. So ഒരു മീഡിയത്തിൽ കൂടി അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള one of the important ways എന്ന് പറയുന്നത് ഒരു പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ എടുക്കുക, നമുക്ക് സംശയമുള്ള പാത്തിൽ ഇത് ഡിപ്പ് ചെയ്ത് മൂവ് ചെയ്യുക. സോ if ultrasonic wave is propagating through that medium, ആ ഒരു മീഡിയത്തിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ കൂടി അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ then there will be a temperature variation. നമുക്ക് എന്ത് റീഡ് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് റീഡ് ചെയ്യാൻ പറ്റും. കാരണം there will be regions of compressions and rarefaction, അല്ലെങ്കിൽ there will be a region of higher density and lower density. So ഈ ടെമ്പറേച്ചർ വേരിയേഷൻ ഈ തെർമോമീറ്ററിൽ റീഡ് ചെയ്തു കഴിഞ്ഞാൽ that means the ultrasonic waves are propagating through medium, and this is the one of the best ways to detect this the ultrasonic waves in a medium. A second method of detection is piezoelectric detection method. So what is piezoelectric detection methods? So നമ്മൾ already പഠിച്ചു കഴിഞ്ഞു what is piezoelectric effect. എന്താണ് piezoelectric effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലയന, what is piezoelectric effect? എനിക്ക് അറിയാവുന്ന ഭാഷ പറഞ്ഞാൽ മതി. what is piezoelectric effect? ലയന രാജീവ്. സർ, ക്രിസ്റ്റൽസ്
What is piezoelectric effect? Nandana, what is piezoelectric effect? Nandana TV. What is piezoelectric effect? നന്ദനക്ക് കേൾക്കുന്നില്ല. നന്ദന ക്ലാസ്സിലില്ലാത്താണോ? നന്ദന ടി വി ക്ലാസ്സിലില്ല. ഈ വിദ്യ ടി വി, നന്ദന ടി വിയുടെ അക്കൗണ്ട് തന്നെയല്ലേ വിദ്യ ടി വി? എന്താ റെസ്പോണ്ട് ചെയ്ത്? എന്താ അറിയില്ല. വെരി ഗുഡ്. റിയ സാഹി, വാട്ട് ഈസ് പീസോഇലക്ട്രിക് ഇഫക്റ്റ്? അത് ഒരു സെർട്ടൈൻ ക്രിസ്റ്റലില് ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ അതിന്റെ അല്ലേ? അതെ, നമ്മളൊരു ക്രിസ്റ്റലിന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർപെൻഡിക്കുലർ ആക്സിസിലൂടെ ഡെവലപ്പ് ചെയ്യും. Yeah, that's it. Piezoelectric effect means if we apply some stress on a material, piezoelectric crystalil അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനൻ കാണിക്കുന്ന ക്രിസ്റ്റലിൽ നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ നമുക്ക് എന്ത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും? വി ക്യാൻ മെഷർ ആൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. മെക്കാനിക്കൽ ആക്സിസിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്സിസിൽ ഒരു വോൾട്ടേജ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. നൗ എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? സോ വെൻ അൾട്രാസോണിക് വേവ്സ് are propagating through a medium, we place a piezoelectric crystal in that medium. So ultrasonic waves propagate ചെയ്യുന്നു എന്ന് നമുക്ക് സംശയമുള്ള ഒരു മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വെച്ച് കഴിഞ്ഞാൽ then it will experience a stress. കാരണം വേവ് ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതെന്ത് ചെയ്യും? അത് നമ്മുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ സ്ട്രെസ് അപ്ലൈ ചെയ്യും ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അത് കംപ്രഷനിലുള്ള ഡയറക്ഷൻ ആയിരിക്കില്ല, റിഫ്രാക്ഷനിലുള്ള പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്. സോ ഒരു ഇൻഫാക്ട് ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യും. സോ അൾട്രാസോണിക് വേവ് എന്ത് ചെയ്യും? ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യും. ഇറ്റ് വിൽ അപ്ലൈ എ സ്ട്രെസ്. സോ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് ഒരു സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റിസൾട്ട്? അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ നമുക്ക് എന്ത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും? വി ക്യാൻ മെഷർ എ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. അത് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് യൂസിങ് സം അതർ equipments, and if the frequency of that signal is greater than 20 kilohertz, then we can confirm the presence of ultrasonic waves. So ultrasonic waves in the ഒരു മീഡിയത്തിൽ കൂടി some acoustic wave propagate ചെയ്യുന്നുണ്ട്. സോ അത് ultrasonic waves ആണോ? if ultrasonic wave ആണോ propagate ചെയ്യുന്നത് എന്നറിയാൻ എന്ത് ചെയ്യാം? പ്ലേസ് ദിസ് പീസോ ഇലക്ട്രിക് ഡിറ്റക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ ആ മീഡിയത്തിൽ പ്ലേസ് ചെയ്യുക. സോ ഈ അൾട്രാസോണിക് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ കാരണം പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ത് ചെയ്യും? അതും വൈബ്രേറ്റ് ചെയ്യും. കാരണം നമ്മളെങ്ങനെ പീസോ ഇലക്ട്രിക് മെത്തേഡ് മുഖാന്തരം നമ്മൾ എങ്ങനെയാണ് അൾട്രാസോണിക് വേവ് ക്രിയേറ്റ് ചെയ്തത്? അത് ഓർമ്മയുണ്ടോ? ഈ ക്രിസ്റ്റലിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അതിന്റെ ചുറ്റുമുള്ള മീഡിയത്തിലെ പാർട്ടിക്കിളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചത്. സോ വെൻ ദിസ് ക്രിസ്റ്റൽ ഈസ് പ്ലേസ്ഡ് ഇൻ മീഡിയം എന്ത് ചെയ്യും? അൾട്രാസോണിക് വേവ് പ്രസന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ. If the frequency of that elongation and compression, ആ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്സിസിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ നിന്ന് ഒരു ഇലക്ട്രിക് സിഗ്നൽ, സം പൊളാരിറ്റി, വോൾട്ടേജ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അത് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ സേ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ദാറ്റ് മീഡിയം. ആൻഡ് ഇഫ് ദാറ്റ് ദ ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ 20 കിലോഹെർട്സ്, ആ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 20 കിലോഹെർട്സിലും അധികമാണെങ്കിൽ വി ക്യാൻ സേ സം അൾട്രാസോണിക് വേവ് ഓർ
acoustic wave, which is ultrasonic wave propagating through this medium. And this is the piezoelectric detection method of ultrasonic waves. So text page number 260. ടെക്സ്റ്റിലെ പേജ് നമ്പർ 216 ഇത് തെർമൽ ഡിറ്റക്ഷൻ മെത്തേഡും കൊടുത്തിട്ടുണ്ട്, പീസോ ഇലക്ട്രിക് ഡിറ്റക്ഷൻ മെത്തേഡും കൊടുത്തിട്ടുണ്ട്. സോ വായിച്ചു നോക്കുക. സോ ടെക്സ്റ്റ് കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അല്ലെങ്കിൽ അയച്ചെന്ന പ്രിന്റ് ഔട്ടോ ആണെങ്കിൽ അത് വായിച്ചു നോക്കുക. തെർമൽ ഡിറ്റക്ഷൻ മെത്തേഡ് ആൻഡ് പീസോ ഇലക്ട്രിക് ഡിറ്റക്ഷൻ മെത്തേഡ് സിമ്പിൾ മെത്തേഡ്സ് ആണ്. ഒരു മീഡിയത്തിൽ അൾട്രാസോണിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിത് കാണാനോ കേൾക്കാനോ പറ്റുന്ന ഒരു നാച്ചുറൽ ഫിനോമിന അല്ല ഈ അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേഷൻ. സോ ഇത് അറിയണമെങ്കിൽ നമുക്ക് ചില മെത്തേഡ്സ് വേണം. അതിന്റെ രണ്ട് മെത്തേഡ്സ് ആണ് തെർമൽ ഡിറ്റക്ഷൻ മെത്തേഡ് ആൻഡ് പീസോ ഇലക്ട്രിക് ഡിറ്റക്ഷൻ മെത്തേഡ്. സോ നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് Q&A, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാൻ പറ്റും. സോ ആൻസറും അത് ഓൾറെഡി സേവ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സകല ഫീച്ചേഴ്സും യൂസ് ചെയ്യുക. കാരണം ക്ലാസ് ഇപ്പോൾ ഓൺലൈൻ ആണല്ലോ. ഇനിയിപ്പോൾ കുറച്ചാളും കൂടെ ഓൺലൈൻ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എൻഗേജ്ഡ് ആവുന്നത്. അല്ല ജസ്റ്റ് ക്ലാസ് കേൾക്കുക അത് എഴുതിയെടുക്കുക പകരം കുറച്ചും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ വായിച്ചു കഴിയുമ്പോൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. സോ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. പാർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റിലെ പേജ് നമ്പർ 216. Okay. So next we are moving to the applications of ultrasonic waves. What are some of the applications of ultrasonic waves?
ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? സൗണ്ടിൽ അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ? Okay. So what are the important applications of ultrasonic waves? So first one is non-destructive testing, NDT. So non-destructive testing, so നിങ്ങൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ non-destructive testing, it is a method of testing of materials using ultrasonic waves without any destruction of materials and without any obstruction of their further uses and services. ഇത് നമുക്കൊരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഡെയിലി ലൈഫ് മെറ്റീരിയലിനെ ടെസ്റ്റ് ചെയ്യണം. ഇഫ് ഇറ്റ് ഹാവ് എനി ക്രാക്സ് ഓർ സം ക്യാവിറ്റി ഇൻസൈഡ് ഇറ്റ്. റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല മെറ്റീരിയൽസും ലാർജ് സ്കെയിലിൽ ബിൽഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ഈ മെറ്റീരിയലിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് മെത്തേഡ്സ് വേണം. സോ പല മെത്തേഡ്സിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ടെസ്റ്റിംഗ് ദ മെറ്റീരിയൽ ഓർ ദി സ്പെസിമെൻ വിൽ സഫർ സം ഡാമേജ്. അതായത് എന്തിനാണോ ടെസ്റ്റ് ചെയ്തത് അതിന് ചില ഡാമേജ് വരും. സം യൂസിങ് ലേസർ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല അഡ്വാൻസ്ഡ് മെത്തേഡ്സിലും ഈ ഒരു പ്രശ്നം വരും. സോ ദിസ് ടെസ്റ്റിംഗ് യൂസിങ് അൾട്രാസോണിക് വേവ്സ് ഓർ NDT, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഇറ്റ് ഹെൽപ്സ് ടു ടെസ്റ്റ് എ മെറ്റീരിയൽ ഓർ ഇറ്റ് ഹെൽപ്സ് ടു ടെസ്റ്റ് ദ characteristics or the dimensions of or other properties of the material without destroying it. അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഒരു മാറ്റങ്ങളും വരാത്ത, അല്ലെങ്കിൽ അത് ഭാവിയിൽ യൂസ് ചെയ്യുക, അതിന്റെ ഫർദർ യൂസ്, ഫ്യൂച്ചർ യൂസിന് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. സോ ഇതിന് പിന്നിലെ പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. സോ വാട്ട് ഈസ് ദ പ്രോസസ്? അതിവിടെ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. സോ യൂസിങ് ആൻ HF ജനറേറ്റർ, അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജനറേറ്റർ ആണ് HF ജനറേറ്റർ അല്ലെങ്കിൽ RF ജനറേറ്റർ. HF മീൻസ് ഐ തിങ്ക് ഹൈ ഫ്രീക്വൻസി ജനറേറ്റർ. വി പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ്. അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദർ വിൽ ബി എ ട്രാൻസ്മിറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ ഹിയർ. സോ ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ഈ റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ. സോ വാട്ട് ഹാപ്പൻസ് when a wave is introduced to a material, ഈ മെറ്റീരിയലിലേക്ക് അൾട്രാസോണിക് വേവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Then this wave is propagated all along this material. So initially the wave is reflected from this boundary, reflected from this boundary. So ഏതെങ്കിലും ഒരു ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും. ആൻഡ് ഹിയർ വി ഹാവ് എ റിസീവിംഗ് ട്രാൻസ്ഡ്യൂസർ. അതായത് ഒരു പൾസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്ത് എവിടെ എത്തും? ഒരു റിസീവറിൽ എത്തും. ആൻഡ് ദിസ് റിസീവർ റിസീവ്സ് ദിസ് പൾസ് ഓർ ദിസ് സിഗ്നൽ ആൻഡ് ആംപ്ലിഫൈസ് ആൻഡ് ഗിവ്സ് സിഗ്നൽ ടു CRO. സോ ഓരോ പൾസിന്റെയും ഈ റിസീവറിന്റെയും ഒരു CROയിലേക്ക് ആംപ്ലിഫൈ ചെയ്ത് കൊടുക്കും. സോ വി ക്യാൻ നോ. സോ നമുക്ക് ഈ മെറ്റീരിയലിന്റെ ഡയമെൻഷൻസ് ഒക്കെ ഓൾറെഡി അറിയാമെങ്കിൽ, ഇനീഷ്യൽ ഫേസ് അറിയാമെങ്കിൽ, all other properties of ultrasonic waves അറിയാമെങ്കിൽ, we know whether this material is cracked or whether it have a cavity or not. The material ഇവിടെ നടുക്കൊരു ക്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. If this material have some crack in this position, so എന്ത് സംഭവിക്കും? അൾട്രാസോണിക് വേവ് ക്രാക്കിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും. സോ അങ്ങനെ ക്രാക്കിൽ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ if that wave gets reflected on some crack, then അത് എവിടെ നമുക്ക് കാണാൻ പറ്റും? We can observe that non-uniformity. സോ അതുവരെ വന്ന റിസൾട്ടായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന CROയിൽ ഡിസ്പ്ലേ ചെയ്തിരുന്ന യൂണിഫോം വേവിംഗ് വരെ നമുക്ക് B എന്ന പൊസിഷനിൽ എന്ത് കിട്ടും? വി ഹാവ് എ വേവ് വിത്ത് എ ലോവർ ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് ക്രാക്ക്, ഈ ഒരു മെറ്റീരിയലിൽ ക്രാക്ക് ഉണ്ട്, അല്ലെങ്കിൽ സം എയർ ക്യാവിറ്റി ഈസ് ദർ ഇൻ ദിസ് മെറ്റീരിയൽ ഓർ ദ ഡിഫോമിറ്റി ഇൻ ദിസ് മെറ്റീരിയൽ. സോ യൂസിങ് ദിസ് സിഗ്നൽ, ഈ സിഗ്നൽ ശരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ അറിയാമെങ്കിൽ ഈ ക്രാക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പൊസിഷൻ, ഈ മെറ്റീരിയലിന്റെ എവിടെയാണ് ക്രാക്ക് വന്നിട്ടുള്ളത് നമുക്ക് ടാർഗറ്റ് ചെയ്യാനും, ആൻഡ് വി ക്യാൻ സോൾവ് ദാറ്റ് പ്രോബ്ലം. So this is the one of the important methods or important applications of ultrasonic waves, that is non-destructive testing. So in your textbook, page number 210, non-destructive testing കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്. സോ അത് പഠിക്കുക. ഇതാണ്, ദിസ് ഇസ് ദ സിമ്പിൾ പ്രോസസ്. സോ ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി ബാക്കി വായിച്ചു നോക്കാൻ പറ്റും. And one of the best second applications is sonar. Ultrasonic waves in the one of the best second most best applications of ultrasonic wave is sonar. So what is the full form of sonar? So in another class what is the full form of sonar? That is sound navigation and ranging. The full form of sonar is sound navigation is ranging. So sonar എന്തിനാ യൂസ് ചെയ്യുന്നത്?
So sonar, you already നിങ്ങൾ എല്ലാവരും sonar കേട്ടിട്ടുണ്ടാവും. Sonar is used for measure the depth of the sea or in order to detect the objects under the surface of sea water. ഒന്നെങ്കിൽ സീ ബെഡിൽ നിന്ന് സീ ലെവൽ വരെയുള്ള ഡെപ്ത് കാണാൻ, കടലിന്റെ ആഴം മെഷർ ചെയ്യാം. ഓർ ടു ഡിറ്റക്ട്, അല്ലെങ്കിൽ കടലിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിറ്റക്ട് യൂസിങ് ദ സോണാർ. സോ ഇഫ് യു സീ, നിങ്ങൾ ഹോളിവുഡ് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സോണാറിന്റെ ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ സോണാർ ഹെൽപ്പ് us ടു സം സബ്മെറീൻ മൂവീസ്. ചില സബ്മെറീൻ മൂവീസിലൊക്കെ സോണാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിക്കിപ്പോൾ ഓർമ്മയില്ല, സോ ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ സോണാർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ ഒരു സബ്മറീനിൽ നിന്ന് മറ്റൊരു സബ്മറീനിൽ നിന്ന് ടോർപിഡോ ഒക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, സം ടോർപിഡോ ഇസ് ലോഞ്ച്ഡ് ഫ്രം ഓർ സം മിസൈൽ ഇസ് ലോഞ്ച്ഡ് ഫ്രം അനദർ സബ്മറീൻ, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് സോണാർ യൂസ് ചെയ്തിട്ടാണ്. സോ വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് സോണാർ? എങ്ങനെയാണ് സോണാർ വർക്ക് ചെയ്യുന്നത്? സോ ഇൻ ഓർഡർ ടു നോ ഹൗ സോണാർ വർക്ക്സ്, ദിസ് സ്കീമാറ്റിക് ഫിഗർ ഹെൽപ്സ് us. ഈ സ്കീമാറ്റിക് ഫിഗർ വെച്ചിട്ട് നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾ പഠിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ ഷിപ്പ്. ദിസ് ഈസ് എ ഷിപ്പ് മൂവിങ് ത്രൂ ദ സർഫസ് ഓഫ് ദ സീ, അല്ലെങ്കിൽ കടൽ നിരപ്പിൽ കൂടി ട്രാവൽ ചെയ്യുന്ന ഒരു ഷിപ്പാണിത്. സോ ദിസ് ഷിപ്പ് ഹാസ് എ സോണാർ എക്യുപ്മെന്റ് ആൻഡ് ദിസ് ഈസ് propagating or this is transmitting a pulse. എന്ത് ചെയ്യുന്നു? അൾട്രാസോണിക് വേവ് അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ് പൾസ് ഈ ഒരു ഷിപ്പ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ ഇഫ് ദ ഡിസ്റ്റൻസ് ഓർ ഇഫ് ദ ഡെപ്ത് ഓഫ് സീ ഇസ് ഡി, സിയുടെ ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കുക ഈ ഒരു സ്ഥലത്ത്. സോ ഇനീഷ്യലി എന്ത് ചെയ്യുന്നു? ഇനീഷ്യലി പൾസ് മൂവ്സ് എ ഡിസ്റ്റൻസ് ഡി, ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ഓൺ സീ ബെഡ്, ഇതൊരു മെക്കാനിക്കൽ സീ ബെഡ് ആണ്. സോ സീ ബെഡിൽ തന്നെ എന്ത് ചെയ്യും? സൗണ്ട് വേവ് റിഫ്ലക്ട് ചെയ്യുന്ന അൾട്രാസോണിക് വേവ് ഓൾസോ ഗെറ്റ് റിഫ്ലക്റ്റഡ് ദ സീ ബെഡ് ആൻഡ് അഗെയിൻ ട്രാവൽ ബാക്ക് ടു ദ ഷിപ്പ്. ആൻഡ് here we have a receiver or a detector which detect this ultrasonic pulse. So again, etra distance move ചെയ്തു? Again d എന്ന distance move ചെയ്തു. So what is the total distance moved by this ultrasonic pulse? ഈ ഒരു പൾസ്, ഈ അൾട്രാസോണിക് വേവ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 2d. If the time taken to, or if the time taken by this ultrasonic wave in order to transmit and receive, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് തിരിച്ച് റിസീവ് ചെയ്യാൻ അതെടുത്ത സമയം t ആണെങ്കിൽ, if the t is the time required this pulse to travel across the seabed, then what is the velocity of ultrasonic wave? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്താ? വെലോസിറ്റി is distance by time, that is 2d by t, or distance d is given as vt by 2. So if we know the velocity of ultrasonic wave, നമ്മളൊരു ഷിപ്പിന്റെ സോണാർ എക്യുപ്മെന്റിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അൾട്രാസോണിക് പൾസിന്റെ വേവിന്റെ വെലോസിറ്റി നമുക്കറിയാമെങ്കിൽ, if we know the velocity v and time t, അല്ലെങ്കിൽ ആ അൾട്രാസോണിക് വേവ് സീ ബെഡിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചൊരു റിസീവറിൽ എത്താൻ എടുത്ത സമയം t, if we know the time t, then we can calculate what is the depth of the sea at that point d. ആ ഒരു പോയിന്റിൽ വാട്ട് ഈസ് ദ സീ ഡെപ്ത്, അല്ലെങ്കിൽ കടലിന്റെ ആഴം എത്രയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ സിമ്പിൾ പ്രോസസ്. സോ അൾട്രാസോണിക് വേവ് ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വൺ ഓഫ് ദി സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക് വേവ് ഈസ് സോണാർ. സോ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്നും കൂടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 213 അതിലെ ഡെപ്ത് ഓഫ് ദ സീ എന്ന പാർട്ട് കാണുക. പേജ് നമ്പർ 213, ഡെപ്ത് ഓഫ് ദ സീ. സോ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പോൾ ഓപ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു ഉത്തരം, ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഒരു ഉത്തരം റെസ്പോണ്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സോ അത് തെറ്റായിക്കോട്ടെ, കുഴപ്പമില്ല. അതെനിക്ക് നിങ്ങളാണ് ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റുന്ന വരില്ല. സോ തെറ്റാകുമ്പോൾ നിങ്ങൾക്ക് ശരി ഉത്തരം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവാം ഇത് തെറ്റാണ്. സോ ഓക്കെ, അത് ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ശരിയായിട്ടുള്ള ഒരു അറിവ് കിട്ടും.
So sonar question ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോണാർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് ആണ്. NDT, സോണാർ ഇതൊക്കെ മിക്കവാറും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സിമ്പിൾ പ്രോസസ് ആണ്. എല്ലാം അൾട്രാസോണിക് വേവിന്റെ ഡിറ്റക്ഷൻ, റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. സോ ചിലപ്പം ചെറുക്കെങ്കിലും ഡൗട്ട് വന്നേക്കാം, ഓക്കെ ഷിപ്പ് ഇതെന്താ ഇവിടെ ചെരിഞ്ഞിട്ടല്ലേ മൂവ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് D അല്ലേ, ബട്ട് ദ ഷിപ്പ് ഈസ് മൂവിങ്, ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഷിപ്പ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അൾട്രാസോണിക് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, റിസീവർ ഇവിടെ എത്തണം. സോ അതൊക്കെ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് സോണാർ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ അത്രത്തോളം ഒന്നും പോകണ്ട. നിങ്ങൾ ചിലപ്പം സിവിലിലെ ഹയർ സെമിസ്റ്ററിലൊക്കെ സോണാറും NDT ഒക്കെ പഠിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ പ്രിൻസിപ്പിൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള സം ഓഫ് ദി ഫർദർ അപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് ആർ they are mainly used in medical field. That means നമ്മൾ ഓൾറെഡി പറഞ്ഞു അൾട്രാസോണിക് വേവ്സ് ആർ നോൺ ഡിസ്ട്രക്റ്റീവ്. അൾട്രാസോണിക് വേവ് അത് ടെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിന് യാതൊരുവിധ ഹാമും വരുത്തില്ല. ഇറ്റ് വിൽ കോസ് നോ ഹാം ഇൻ ദ മെറ്റീരിയൽ വിച്ച് ദേ ആർ ടെസ്റ്റിംഗ്. സോ എന്ത് ചെയ്യാം, ഇറ്റ് വിൽ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഡിസ്കംഫോർട്ട് ഇൻ ഹ്യൂമൻ ബോഡി. സോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലായാലും അത് യാതൊരു ഡിസ്കംഫോർട്ടും വരത്തില്ല. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസ്റ്റിക്സ്, മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ അൾട്രാസോണിക് ഇമേജിംഗ് ആൻഡ് സ്കാനിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അൾട്രാസോണിക് ഇമേജിംഗ് ആൻഡ് സ്കാനിങ്, echo test ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹേർട്ട് കംപ്ലൈൻസ്, യൂസ്ഡ് ടു ടെസ്റ്റ് ഹേർട്ട് കംപ്ലൈൻസ്, brain tumor, cancer, kidney, etc. As kidney stones, etc. can be detected using this ultrasonic scanning. And also, ultrasonic waves are used for pregnancy test. Okay, നിങ്ങൾ pregnancy ടെസ്റ്റിൽ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് in order to determine the how much our fetus is grown. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈവൻ ഫിലിംസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും അൾട്രാസോണിക് ടെസ്റ്റ് ചെയ്യുന്നത്, pregnancy testing. And also used in therapy, that means used in the treatment of muscle pain and used in the treatment of neuro patients, used for tooth drilling by dentists, and also used for bloodless surgery. ഒരു സർജറിയുടെ കേസിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒരു ചലഞ്ചാണ് ബ്ലഡ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് സർജറിയുടെ കേസിൽ, അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് ലെസ് സർജറീസ് നടത്താൻ പറ്റും. ഇറ്റ് ഈസ് എ മേജർ അഡ്വാൻറ്റേജ്. കൂടാതെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ മെയിൻലി ആപ്ലിക്കേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ main applications are NDT, sonar, and these applications in medical field. അത് കഴിഞ്ഞ് used for sound signaling, used for soldering, used for cleaning, used in voice കട്ടാണ്. ഹലോ ഹലോ ഓക്കെ. സോ പറഞ്ഞു വന്നത് ഓൾറെഡി അപ്ലിക്കേഷൻസ് ഇൻ മെഡിക്കൽ ഫീൽഡ് പറഞ്ഞു. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് 9 ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതുകൂടി നിങ്ങൾക്ക് പറ്റുന്നത്ര പോയിന്റ്സ് പഠിക്കാം. മെയിൻലി NDT, സോണാർ, മെഡിക്കൽ ഫീൽഡിലെ അപ്ലിക്കേഷൻസ്, ഇതൊരിക്കലും മറക്കരുത്, അത് എന്തായാലും പഠിച്ചു വെക്കുക. സോ ഇതാണ് നമ്മളെ ഈ മൊഡ്യൂളിൽ ഏകദേശം നമ്മൾ കവർ ചെയ്തു. ഇനി സർട്ടൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇനി ചെയ്യാം. സോ മൊഡ്യൂൾ 4 ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതിന്റെ അസൈൻമെന്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും. സോ ടൈമിൽ സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, പഠിക്കാൻ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. 1 2 4 5 6 absent 7 8 9 10 absent 10 11 12 13 14 15 16 7 18
19.